ദൈവത്തിൻ്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. പ്രഭാത കൂട്ടായ്മയിലേക്ക് ഏവർക്കും സ്വാഗതം. ഈ പ്രഭാതത്തിൽ ദൈവവചനമായി നിൽപ്പാൻ സർവകൃപാലുവായ ദൈവം സഹായിച്ചുവല്ലോ. വേഗമരുന്ന കർത്താവിൻ്റെ നിസ്തുല്യ നാമത്തിൽ എൻ്റെ വന്ദനത്തെ അറിയിക്കുന്നു. ഒപ്പം തന്നെ പ്രഭാത കൂട്ടായ്മയിലേക്ക് സ്വാഗതം ചെയ്തു. ദൈവം നമ്മളെ ഒരുപോലെ അനുഗ്രഹിക്കുവാനാകട്ടെ. ഇന്നത്തെ ചിന്തയ്ക്കായിട്ട് ലൂക്കോസിൻ്റെ സുവിശേഷം 19-ാം അധ്യായം 9-ാം വാക്യം വായിക്കുമ്പോൾ ഇങ്ങനെ പറയുന്നത്, യേശു അവനോട്, ഇവരും അബ്രഹാമിൻ്റെ മകനാകിയാൽ ഇന്ന് ഈ വീടിന് രക്ഷ വന്നിരിക്കുന്നു. യേശു അവരോട് പറഞ്ഞൊരു കാര്യമാണ്, ഇവരും അബ്രഹാമിൻ്റെ സന്തതിയാകിയാൽ ഈ വീടിന് രക്ഷ വന്നിരിക്കുന്നു. നമുക്ക് ഈ വചനം സുപരിചിതമാണ്. അബ്രഹാമിൻ്റെ മകനാകിയാൽ, ശരിക്കും അബ്രഹാം, നമ്മുടെ പിതാവായ അബ്രഹാം, വിശ്വാസികളുടെ പിതാവായ അബ്രഹാമിനെ നമുക്ക് കാണാൻ കഴിയുന്നു. അതെ, നമ്മളെ അബ്രഹാമിൻ്റെ അനുഗ്രഹത്താൽ നിറയ്ക്കുന്നു എന്ന് ഇസ്രായേൽ ദൈവജനത്തെ പറയുന്നു. അങ്ങനെയെങ്കിൽ വിശ്വാസികളുടെ പിതാവായ അബ്രഹാമിനെ അനുഗ്രഹിച്ച ദൈവം, അതേ അബ്രഹാമിൻ്റെ ദൈവം മാനിക്കുന്ന ദൈവമാണെന്ന് നമ്മളോട് പറയുന്നു. അതിവിടെ നമുക്ക് കാണാൻ കഴിയുന്നു. അവൻ എരിഹോവിലെത്തി കടന്നു പോകുമ്പോൾ ചുങ്കക്കാരിൽ പ്രമാണിയും ധനവാനുമായ സക്കായി എന്നു പേരുള്ളൊരു പുരുഷൻ യേശു എങ്ങനെയുള്ളവനെന്ന് കാണുവാൻ ശ്രമിച്ചു. വളർച്ചയിൽ കുറുകിയവനായകൊണ്ട് പുരുഷാര നിമിത്തം കഴിഞ്ഞില്ല. നമുക്കിവിടെ കാണുന്നു, ഒരു പട്ടണത്തിൽ എരിഹോവിലെത്തിയപ്പോൾ കടന്നു പോകുമ്പോൾ ചുങ്കക്കാരിൽ പ്രമാണി എന്ന് പറഞ്ഞാൽ ഒരു പട്ടണത്തിൻ്റെ അകത്തൂടെ യേശു കടന്നു പോകുമ്പോൾ ദൈവാത്മാ പറയുന്നു, നീ ഒരു ദേശത്തൂടെ കടന്നു പോകുമ്പോൾ, നീ ഒരു പട്ടണത്തിൽ കൂടെ കടന്നു പോകുമ്പോൾ നീ ആരാണെന്ന് അറിയുവാൻ, നീ എങ്ങനെയുള്ളവെന്നറിയുവാൻ, ദൈവാത്മാവിൻ്റെ യേശു എങ്ങനെയുള്ളവെന്നറിയാൻ സക്കായി ചിന്തിച്ചതുപോലെ നമുക്കിവിടെ കാണുന്നു. സക്കായിയുടെ മുൻപിൽ ഒരു വലിയ പോരായ്മയുണ്ട്. കാരണം അവന് പൊക്കം കുറവാണ്. ഈ പൊക്കം കുറവ് കാരണം തനിക്കെതിയ ഒരു കൂട്ടം പുരുഷാരത്തിൻ്റെ നടുവിൽ തന്നെ കാണുവാൻ കഴിയത്തില്ല എന്നുള്ളൊരു ബോധ്യം സക്കായിക്കുണ്ടായി. പക്ഷേ തനിക്ക് കണ്ടേ പറ്റൂ. ഇന്ന് ഞാൻ ഈ വചനം പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ഒരുപക്ഷെ നിൻ്റെ ബലഹീനത നിന്നെ എടുത്ത് ചൂണ്ടി പറയാം. നിൻ്റെ ബലഹീനത ഒരുപക്ഷെ പൊക്കം കുറവായിരിക്കുക. നിനക്ക് യേശുവിൻ്റെ അടുക്കൽ എത്തുവാനായിട്ട്, അല്ലെങ്കിൽ നിന്നെ കാണുവാൻ കഴിയാതെ മാനുഷികമായ ചിന്തയ്ക്കകത്ത് എവിടെയെങ്കിലും പോരായ്മയ്ക്കകത്തായിരിക്കും എന്നെ കേൾക്കുന്നത്. പക്ഷേ ഞാനിങ്ങനെ പറയാൻ ആഗ്രഹിക്കുന്നു, നിന്റെ പോരായ്മകളെ നികത്തുവാൻ കഴിവുള്ളവൻ, നിന്റെ ആ ഒരു സമയത്തുണ്ടാകുന്ന ജ്ഞാനമുണ്ടല്ലോ, അവൻ പെട്ടെന്ന് അവൻ്റെ ഹൃദയത്തിനകത്ത് ചിന്തിച്ചൊരു ചിന്ത, കാട്ടത്തിയുടെ മേളിൽ കയറിയിരുന്നാൽ യേശുവിനെ കാണാം. ഞാനിങ്ങനെ വിശ്വസിക്കുന്നു, ഈ പ്രതിസന്ധിക്കകത്ത് അല്ലെങ്കിൽ ഒരു പ്രത്യേക സാഹചര്യത്തിനകത്ത് ദൈവം നിനക്ക് തരുന്ന ജ്ഞാനമുണ്ടല്ലോ, ആ ജ്ഞാനത്തിനോടൊപ്പം നീ ചലിച്ചാൽ നീ ഏത് സാഹചര്യത്തിനകത്തിരുന്നാലും ആ സാഹചര്യത്തിനകത്ത് ഇറങ്ങി വന്ന് നീ പ്രതീക്ഷിക്കാത്ത, നീ ചിന്തിക്കാത്ത, നീ ഓർക്കാത്ത ചില മേഖലയിലുള്ള ദൈവിക വിടുതലുകൾ ദൈവം നിൻ്റെ ജീവിതത്തിനകത്ത് ചെയ്യുമെന്ന് ദൈവത്തിൻ്റെ ആത്മാവ് ഇടപെടുന്നു. നോക്കിയ ദൈവാത്മാവ് പറയുന്നു, അവൻ അവിടെ ചെന്നു കട്ടിടത്തിൻ്റെ മേലിൽ കയറിയിരുന്നു. എന്നാൽ പുരുഷാരം യേശു കാണരുത് ഇവൻ കണ്ടു. എന്നാൽ ദൈവാത്മാവ് പറഞ്ഞു, ഇവൻ്റെ അടുക്കൽ വന്നിട്ട് നമുക്ക് കാണാൻ കഴിയുന്നത്, ഇവൻ്റെ അടുക്കൽ വന്നിട്ട് എന്താ ചെയ്തതെന്ന് ചോദിച്ചാൽ, സക്കായിയെ വേഗം ഇറങ്ങി വാ എന്ന് പറഞ്ഞാൽ അതിനർത്ഥം നിൻ്റെ ഹൃദയത്തെ അറിയുന്ന കർത്താവ്. പുരുഷാരം വിഷയമല്ല, നിൻ്റെ പ്രശ്നം നിൻ്റെ പ്രതിസന്ധി ഏതാണേലും, നിൻ്റെ സാഹചര്യം ഏതാണേലും, നിൻ്റെ ചിന്തയ്ക്കകത്ത് ഒരുപക്ഷെ നീ കുറുകിയവനായിരിക്കാം. ദൈവാത്മാ പറയുന്ന നിൻ്റെ സാഹചര്യം ഏതായിരുന്നാലും അതിനും അപ്പുറം നിന്നെ കാണുന്ന പുരുഷാരത്തെ വിട്ട് നിന്നെ ഒറ്റ ഒരാളെ മാത്രം ഫോക്കസ് ചെയ്യുന്ന ഒരു ദൈവം. ഞാൻ ഈ വചനം പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ തന്നെ
ഒറ്റപ്പെട്ടു പോയവർ, ആഗ്രഹമുള്ളവർ, ഇങ്ങനെ ചിന്തിക്കുന്നവരെ ചിലരെ പരിശുദ്ധാത്മാവ് ഈ സമയം തൊടുകയാണ്. റിബന ഹത്തൽ വൈഡ പ്രവചനാസി അന്ധുന റിബന ഘടക ശബ്ദുന. യേശു വന്നിട്ട് യേശു എങ്ങനെയുള്ളവരെന്ന് അറിയാനാണ്. പക്ഷെ യേശു നേരെ സക്കായിയോട് പറയാം, നിൻ്റെ വീട്ടിൽ ഞാനിത് പാർക്കാം. അതുകൊണ്ട് യേശു തന്നെ എന്ത് ചെയ്യുക, സക്കായിയുടെ കൂടെ അല്ലെ സക്കായിയെ കൂട്ടി എന്ത് യേശു സക്കായിയുടെ വീട്ടിലേക്ക് പോകുന്നതായി നമുക്ക് കാണുന്നു. ദൈവാത്മാവ് ഈ സമയം പറയുക, നീ പ്രതീക്ഷിക്കാത്ത ചില ദൈവപ്രവൃത്തി, നീ പ്രതീക്ഷിക്കാത്ത ചില ദൈവമഹത്വം നിന്റെ കുടുംബത്തിനകത്തളത്തിൽ വെളിപ്പെടുത്തുവാൻ, നിന്റെ കുടുംബത്തിൻ്റെ അന്തരീക്ഷത്തിനകത്ത് വെളിപ്പെടുത്താൻ എൻ്റെ ദൈവം ആഗ്രഹിക്കുന്നു. ദൈവവചനം പറയുന്നു, ഇവരും അബ്രഹാമിൻ്റെ സന്തതിയാകിയ ഈ വീടിന് രക്ഷ വന്നിരിക്കുന്നു. അങ്ങനെയെങ്കിൽ രക്ഷിക്കപ്പെടുവാൻ ആകാശത്തിൻ്റെ കീഴിൽ മനുഷ്യരുടെ ഇടയിൽ ഏകനാമം യേശുവിൻ്റെ നാമം. ഇന്നെന്നെ കേൾക്കുന്ന ദൈവജനമേ, ദൈവത്തിങ്കൽ മാത്രമേ രക്ഷയുള്ളൂ. ദൈവത്തിൽ മാത്രമേ നീ വിശ്വസിക്കുക. അവൻ നിൻ്റെ എല്ലാ സാഹചര്യത്തിനകത്തും ഇറങ്ങി വരാൻ, നിന്നെ നന്നായി മനസ്സിലാക്കാൻ, നിന്നെ ഏത് സാഹചര്യത്തിലും മനസ്സിലാക്കി നിന്നെ ചേർത്ത് പിടിക്കാൻ, നിന്നെ അനുഗ്രഹിക്കാൻ എൻ്റെ ദൈവശക്തനാണെന്ന്. അങ്ങനെയെങ്കിൽ ഇന്ന് ഈ സമയം ദൈവകരങ്ങളിലേക്ക് ഏൽപ്പിച്ചു കൊടുക്കുക. സ്വർഗ്ഗപിതാവേ, നല്ല സമയത്തെ ഓർത്ത് സ്തോത്രം. ജനത്തിൻ്റെ മേൽ വലിയൊരു ദൈവമഹത്വം ചലിപ്പിക്കണം. അത്ഭുതങ്ങളെ ചെയ്യും, മഹത്വം വെളിപ്പെടും. യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ. ദൈവം അനുഗ്രഹിക്കട്ടെ.